Next topic is energy management strategy. So രണ്ട് ടൈപ്പ് എനർജി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്, റൂൾ ബേസ്ഡ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ബേസ്ഡ്. അപ്പോൾ ഈ എനർജി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഹൈബ്രിഡ് ഇ സി യുവിനെയാണ് എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നത് ഹൈബ്രിഡ് ഇ സി യുവിലാണ്. ഈ ഹൈബ്രിഡ് ഇ സി യു ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഇ സി യുവിലോട്ട് കമാൻഡ് കൊടുക്കണം വെഹിക്കിളിൻ്റെ പെർഫോമൻസ് കിട്ടാൻ. സോ ഈ ഹൈബ്രിഡ് ഇ സി യുനാണ് ഹാർട്ട് ഓഫ് ദ കൺട്രോൾ ആർക്കിടെക്ചർ ഓഫ് എനി ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എനർജി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു റൂൾ ബേസ്ഡ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ബേസ്ഡ്. Again, this rule based is classified into fussy rule based and deterministic rule based. Under fussy rule based, there are predictive, adaptive and conventional. Deterministic rule based is state machine, modified power follower and thermostat control. ഇനി ഒപ്റ്റിമൈസേഷൻ ബേസ്ഡ് ടു ടൈപ്സ് ഉണ്ട്, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിയൽ ടൈം ഒപ്റ്റിമൈസേഷൻ. ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനിൽ വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സ്റ്റൊക്കാസ്റ്റിക് dynamic programming, game theory, genetic algorithm control theory. real time optimization വരുന്നതാണ് EFC minimization, robust control, model predictive, decoupling control. ഇപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് റൂൾ ബേസ്ഡ് ആണ് പഠിക്കാനുള്ളത്, ഫസി ആൻഡ് ഡിറ്റർമിനിസ്റ്റിക്. സോ ഫസ്റ്റ് റൂൾ ബേസ്ഡ് കൺട്രോൾ സ്ട്രാറ്റജി. സോ റൂൾ ബേസ്ഡ് കൺട്രോൾ സ്ട്രാറ്റജിയിൽ ഒരു എഫിഷ്യൻസി ചാർട്ട് ബേസ് ചെയ്തിട്ടാണ് അവിടെ റൂൾസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഫിഷ്യൻസി ചാർട്ടിൽ കാണിക്കുന്നത് ഒരു ഐ സി എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ്. സോ നമുക്കറിയാം ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് റീജിയൻ ഉണ്ട്. ആ ഓരോ ഓപ്പറേറ്റിംഗ് റീജിയനിൽ ഈ ഐ സി എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ത് വരും അത് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അതനുസരിച്ച് റൂള് ഡിഫൈൻ ചെയ്യുന്നു ഈ പെർട്ടിക്കുലർ റീജിയനിൽ എങ്ങനെ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യണോ വേണ്ടയോ, അതോ ഇലക്ട്രിക് മോട്ടറാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് ഈ ബേസ്ഡ് ഓൺ ദിസ് എഫിഷ്യൻസി മാപ്പ് വി ആർ ഫൈൻഡിങ് ഔട്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ടോർക്ക് വേഴ്സസ് ആർ പി എം ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം എൻജിൻ ടോർക്ക് കർവ് കാണിച്ചിട്ടുണ്ട്. ഇനി ഫ്യൂവൽ എഫിഷ്യൻസിയാണ് ഈ കാണിച്ചിരിക്കുന്നത് 0.4, 0.45, 0.50. ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് റീജിയൻ വരുന്ന ഫ്യൂവൽ എഫിഷ്യൻസിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ BSFC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫ്യൂവൽ എഫിഷ്യൻസി. ഇപ്പോൾ എഫിഷ്യൻസിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം പോയിൻ്റ് എയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ മാപ്പിനെ നമ്മൾ ഡിഫറെൻറ്റ് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A, B, C, D അങ്ങനെ ഡിഫറെൻറ്റ് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എയിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നോക്കുമ്പം ഈ 0.45 ആണ് എയിൽ എഫിഷ്യൻസി വരുന്നത്. സോ എയിൽ എഫിഷ്യൻസി കുറവാണെങ്കിൽ കൂടുതലായിട്ട് എമിഷൻസ് ഉണ്ടാവും. അപ്പം അത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ആ ഒരു ഓപ്പറേറ്റിംഗ് റീജിയനിൽ ഐ സി എഞ്ചിൻ്റെ എഫിഷ്യൻസി 0.45 ആണ്. സോ ആ ഒരു റീജിയൻ വരുമ്പോൾ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നമുക്ക് എമിഷൻസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ എമിഷൻസും കൺട്രോൾ ചെയ്യണം, വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ള പവറും കിട്ടണം. അതിനു വേണ്ടിയാണ് ഈ സ്ട്രാറ്റജീസ് ചെയ്യുന്നത്. അപ്പം റീജിയൻ എയിൽ ഇലക്ട്രിക് മോട്ടർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി റീജിയൻ ബി എന്ന് പറയുന്നത് ഇതാണ് റീജിയൻ ബി. റീജിയൻ ബിയിൽ ഇതാണ് റീജിയൻ ബിയിൽ ഐ സി എഞ്ചിന് ഒരു എഫിഷ്യൻസി 70% എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. സോ ഐ സി എഞ്ചിൻ യൂസ് ചെയ്താലും അത് നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് എമിഷൻസ് ഒക്കെ കുറച്ച് തന്നെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി റീജിയൻ സിയിൽ രണ്ടും സെയിം ടൈം ഓപ്പറേറ്റ് ചെയ്യണം, ഐ സി എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും. സോ ഈ എഫിഷ്യൻസി മാപ്പ് അതിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് റീജിയൻ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ഓപ്പറേറ്റിംഗ് റീജിയനിൽ ഏത് മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുന്നു. അതാണ് റൂൾ ബേസ്ഡിൽ വരുന്നത്. ഇനി ഡിറ്റർമിനിസ്റ്റിക് ടൈപ്പ് റൂൾ ബേസ്ഡിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പാണ് തെർമോസ്റ്റാറ്റ് കൺട്രോൾ, പവർ ഫോളോവർ കൺട്രോൾ, മോഡിഫൈഡ് പവർ ഫോളോവർ ആൻഡ് സ്റ്റേറ്റ് മെഷീൻ ബേസ്ഡ് കൺട്രോളർ. ഇപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പവർ ഫോളോവർ കൺട്രോൾ, മോഡിഫൈഡ് പവർ ഫോളോവർ ആൻഡ് സ്റ്റേറ്റ് മെഷീൻ ബേസ്ഡ് കൺട്രോളർ. പവർ ഫോളോവർ കൺട്രോൾ. ഇപ്പോൾ പവർ ഫോളോവർ കൺട്രോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഐ സി എഞ്ചിനാണ് പ്രൈമറി സോഴ്സ് ഓഫ് പവറായിട്ട് യൂസ് ചെയ്യുന്നത്. ഐ സി എഞ്ചിനാണ്. ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പം ഒരു ഹൈ പവർ റിക്വയർമെൻറ്റ് വരുമ്പം ഇലക്ട്രിക് മോട്ടർ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു കേസ് വരുമ്പോഴാണ് ഇലക്ട്രിക് മോട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജിനേക്കാളും അതായത് സ്റ്റേറ്റ് ഓഫ് ചാർജ് വിതിൻ ദ സേഫ് ലിമിറ്റ് ആയിരിക്കണം.
സോ ഇവിടെ റൂള് ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ വെഹിക്കിൾ സ്പീഡിനേക്കാളും താഴെയാണെങ്കിൽ ഇലക്ട്രിക് മോട്ടറേ യൂസ് ചെയ്യാവുള്ളൂ. പെർട്ടിക്കുലർ സ്പീഡ് ലിമിറ്റിനേക്കാളും താഴെയാണെങ്കിൽ ഇലക്ട്രിക് മോട്ടറേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഐ സി എഞ്ചിൻ ആ ഒരു കേസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് എമിഷൻസ് ഉണ്ടാവും. എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ അല്ല. ഇനി ഇഫ് ദ ഡിമാൻഡഡ് പവർ ഈസ് ഗ്രേറ്റർ ദാൻ ദ മാക്സിമം പവർ ദ ഐ സി എഞ്ചിൻ ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് സ്പീഡ് ദ ഇ എം ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് എക്സസ് പവർ. ഇപ്പോൾ വെഹിക്കിൾ ഡിമാൻഡ് ചെയ്യുന്ന പവർ മാക്സിമം പവർ ഐ സി എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവറിനേക്കാളും കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് മോട്ടർ അപ്പം ആ ഒരു കേസിൽ യൂസ് ചെയ്യണം. ഇനി ഇലക്ട്രിക് മോട്ടർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുമ്പോൾ ഇലക്ട്രിക് മോട്ടർ ബാറ്ററിനെ ചാർജ് ചെയ്യും. ഇനി ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സ്പീഡിൽ ഡിമാൻഡ് കുറയുവാണെങ്കിൽ, പവർ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം ഒരു പെർട്ടിക്കുലർ സ്പീഡിനേക്കാളും അതിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു പവർ ഫോളോവർ കൺട്രോൾ അങ്ങനെ ഡിഫറെൻറ്റ് റൂൾസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ സ്പീഡ് ലിമിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് റൂൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു പവർ ഫോളോവർ കൺട്രോൾ നോക്കുമ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇത് ഒപ്റ്റിമൈസ്ഡ് അല്ല. അതായത് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് മോഡിഫൈഡ് പവർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡിഫൈഡ് പവർ ഫോളോവറിൽ ഒരു റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ് ആദ്യം ഡിഫൈൻ ചെയ്യും. ഇനി ആ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ എന്തൊക്കെയാണ്, അതായത് ഫ്യൂവൽ കൺസ്യൂംഡ് ബൈ ഇലക്ട്രിക് മോട്ടർ ബൈ ഐ സി എഞ്ചിൻ, അങ്ങനെ ഓരോ ഓപ്പറേറ്റിംഗ് റീജിയനിൽ എത്രത്തോളം ഫ്യൂവൽ ഇലക്ട്രിക് മോട്ടർ കൺസ്യൂം ചെയ്യണം, ഐ സി എഞ്ചിൻ കൺസ്യൂം ചെയ്യണം, ഇലക്ട്രിക് മോട്ടറിന് എത്ര ഇലക്ട്രിസിറ്റി വേണം, അതൊക്കെ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഈ നോർമലൈസ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സ് ഫോർ ഈച്ച് കാൻഡിഡേറ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇനി അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സിനെ നോർമലൈസ് ചെയ്യും. ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നോർമലൈസ് ചെയ്ത ശേഷം ഇനി അപ്ലൈ യൂസർ വെയ്റ്റിംഗ് കെ യൂസർ. ഇപ്പോൾ ഇവിടെ യൂസർ എന്ന് പറയുന്നത് വെഹിക്കിളിനാണ്. അപ്പോൾ വെഹിക്കിളിൻ്റെ ആ ഒരു ഡിമാൻഡ് എന്താണെന്ന് നോക്കും. അപ്പോൾ ആ വെഹിക്കിൾ ഡിമാൻഡ് അനുസരിച്ച് ഈ ഐ സി എഞ്ചിൻ ഓർ ഇ എം ഓപ്പറേറ്റ് ചെയ്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഈ ഒരു ഓവറോൾ ഇമ്പാക്ട് ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഇമ്പാക്ട് ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ യൂസറുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ആ ഒരു പെർഫോമൻസ് ഈ ഐ സി എഞ്ചിനും ഇലക്ട്രിക് മോട്ടറിനും തരാൻ സാധിക്കും. അതാണ് മോഡിഫൈഡ് പവർ ഫോളോവറിൽ വരുന്നത്. അപ്പം റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പം ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ടോർക്ക് റിക്വസ്റ്റ്, അതിനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പല കേസിലും പല ടോർക്ക് ആയിരിക്കും വേണ്ടത്. അപ്പം അതാണ് ടോർക്ക് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് റിക്വസ്റ്റ് ഇസ് ഈക്വൽ ടു ഐ സി എഞ്ചിൻ ടോർക്ക് പ്ലസ് കെ ഇൻറ്റു ഇലക്ട്രിക് മോട്ടർ ടോർക്ക്. അപ്പം ടോർക്ക് റിക്വസ്റ്റ് രണ്ടിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി കെ എന്ന് പറഞ്ഞാൽ മോട്ടർ ടു ഐ സി എഞ്ചിൻ ഗിയർ റേഷ്യോ ആണ് കെ. അപ്പം ഈ അപ്പോൾ ആദ്യം ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡിഫൈൻ ചെയ്തു. അതായത് ആ റിക്വസ്റ്റ് ചെയ്യുന്ന ടോർക്കിന് അനുസരിച്ച് ഐ സി എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യണം. ഇനി ആ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമുക്ക് ഒപ്റ്റിമൈസ് ലെവലിൽ ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പം ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമുക്ക് ഈ ഫ്യൂവൽ എനർജി കൺസ്യൂംഡ് ബൈ ദ ഐ സി എഞ്ചിൻ, ഫ്യൂവൽ എനർജി കൺസ്യൂംഡ് ബൈ ഇലക്ട്രിക് മോട്ടർ, ടോട്ടൽ എനർജി ദാറ്റ് വുഡ് ബി കൺസ്യൂംഡ് ബൈ ദ വെഹിക്കിൾ, എമിഷൻ ദാറ്റ് വുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഐ സി എഞ്ചിൻ, ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഏതൊക്കെയാണെന്ന് നോക്കുവാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി അതിനുശേഷം നോർമലൈസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇത്രയും ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഒപ്റ്റിമൈസ് ലെവലിൽ വെഹിക്കിൾ ആ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നോർമലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പം നോർമലൈസ് ചെയ്യുമ്പം ചിലപ്പം എഫിഷ്യൻ്റ് ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വർക്ക് ചെയ്യുമ്പം ചില കേസിൽ എമിഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഫാക്ടേഴ്സിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. ഇനി അതിനുശേഷം വെഹിക്കിൾ ഡിമാൻഡ് എന്താണെന്ന് നോക്കുക. വെഹിക്കിൾ ഡിമാൻഡിനനുസരിച്ച് ടാർഗറ്റ് അപ്ലൈ ചെയ്യുക. അതായത് വെഹിക്കിൾ ഡിമാൻഡ് ഇപ്പോൾ ടോർക്ക് കൂടുതലാണെങ്കിൽ ഐ സി എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്ത് ടോർക്ക് കൂടുന്നുണ്ടോ എന്ന് നോക്കുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ
ഇപ്പോൾ കെ ടാർഗറ്റ് ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് ടൈം ആവറേജ് വെഹിക്കിൾ പെർഫോമൻസ് ബൈ ടാർഗറ്റ് പെർഫോമൻസ്. അപ്പം ഇനി അതിനുശേഷം നമുക്ക് ആ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം. ഇപ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓവറോൾ ഇമ്പാക്റ്റ് ഫാക്ടർ കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഓവറോൾ ഇമ്പാക്റ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസറിൻ്റെ ഡിമാൻഡ് എന്താണോ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി കെ ടാർഗറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ടാർഗറ്റ് എന്ന് പറയുന്നത് വെഹിക്കിളിന് അതായത് വെഹിക്കിളിൽ ആ കമ്പോണൻസിന് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഈ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെഹിക്കിളിൻ്റെ ഡിമാൻഡ് എന്താണോ അത് മീറ്റ് ചെയ്യുന്നു. അതാണ് മോഡിഫൈഡ് പവർ ഫോളോവറിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഫിഗറിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ആദ്യം ഓപ്പറേറ്റിംഗ് റേഞ്ച് ഡിഫൈൻ ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് ടോർക്ക് റിക്വസ്റ്റ് കൊടുക്കുമ്പം എഞ്ചിനും ദെൻ ഇലക്ട്രിക് മോട്ടറിൻ്റെയും ടോർക്ക് പ്ലസ് ചെയ്യുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, രണ്ടും പ്ലസ് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സ്, ആ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെ വരും അത് നമ്മൾ നോക്കിയ ശേഷം നോർമലൈസ് ചെയ്യുന്നു. അപ്പം ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ചിലപ്പം ഇപ്പം ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് എടുക്കുമ്പം IC എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യായിരിക്കും. പക്ഷേ IC എഞ്ചിൻ ആ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എമിഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതനുസരിച്ച് നോർമലൈസ് ചെയ്യണം. ഈ ഓരോ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ആ കിട്ടിയ വാല്യൂസ് എല്ലാം നോർമലൈസ്ഡ് ആണോ എന്ന് നോക്കുക. ഇനി അതിനുശേഷം യൂസർ വെയിറ്റിംഗ്. ഇനി അതിനുശേഷം വെഹിക്കിളിൻ്റെ ഡിമാൻഡ് നോക്കുക. ഓക്കെ, യൂസർ എന്ന് പറയുന്നത് ഇവിടെ വെഹിക്കിളാണ്. അപ്പോൾ വെഹിക്കിളിൻ്റെ ഡിമാൻഡ് നോക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ആക്സിലറേഷൻ കൂട്ടുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, അങ്ങനെയുള്ള അതാണ് യൂസർ വെയിറ്റിങ്ങിൽ വരുന്നത്. യൂസർ വെയിറ്റിങ്ങിൽ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വെഹിക്കിളിലെ കമ്പോണൻസ്, അതാണ് ടാർഗറ്റ് പെർഫോമൻസ് വെയിറ്റിംഗ്. ഓക്കെ, അതപ്പം ചിലപ്പോൾ ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു ഇമ്പാക്റ്റ് ഫംഗ്ഷൻ കൂടെ നമ്മൾ ഇമ്പാക്റ്റ് ഫാക്ടർ, ഈ രണ്ടും കൂടെ കൺസിഡർ ചെയ്ത ഒരു ഇക്വേഷനാണ് ഇമ്പാക്റ്റ് ഫാക്ടറിൽ വരുന്നത്. ആ ഇമ്പാക്റ്റ് ഫാക്ടർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് സ്റ്റേറ്റ് മെഷീൻ ബേസ്ഡ് കൺട്രോൾ സ്ട്രാറ്റജിയാണ്. സ്റ്റേറ്റ് മെഷീനിൽ നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് മോഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എൻജിൻ, ബൂസ്റ്റിംഗ്, ചാർജിങ്. എൻജിൻ എന്ന് പറഞ്ഞാൽ IC എൻജിൻ ആയിരിക്കും വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യുന്നത്. ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പവർ റിക്വയർമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ IC എൻജിനും ഇലക്ട്രിക് മോട്ടറും സെയിം ടൈം പ്രൊപ്പൽ ചെയ്യും. ചാർജിങ് എന്ന് പറഞ്ഞാൽ IC എൻജിൻ പ്രൊപ്പലിംഗ് ദ വെഹിക്കിൾ ആൻഡ് ചാർജിങ് ദ ബാറ്ററി. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് മോഡ്സ് ഇവിടെ ഈ ഒരു കൺട്രോൾ സ്ട്രാറ്റജിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഡിഫറെൻറ്റ് മോഡ്സിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡ്രൈവർ ഡിമാൻഡും ഡ്രൈവറിന് ആവശ്യമായിട്ടുള്ള പവർ റിക്വയർമെൻറ്റും പിന്നെ ചേഞ്ച് ഇൻ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് കണ്ടീഷനും എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴുള്ള കേസും അതൊക്കെ അനുസരിച്ചായിരിക്കും ഈ ഓരോ ഓപ്പറേറ്റിംഗ് മോഡിലും ട്രാൻസിഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ട്രാൻസിഷനാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഓഫ് സ്റ്റേറ്റ് വരുമ്പോൾ ഇലക്ട്രിക് മോട്ടറും IC എഞ്ചിനും ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, വെഹിക്കിൾ ഓഫ് സ്റ്റേറ്റിലാണ്. ഇനി EM ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. റീജനറേഷൻ ലോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് ജനറേറ്റിംഗ് ആണ്, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി റീജനറേഷൻ ഹൈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വിത്ത് IC എഞ്ചിൻ കണക്റ്റഡ്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്ത് ബാറ്ററീസ് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ IC എഞ്ചിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IC എഞ്ചിൻ യൂസ് ചെയ്തും ബാറ്ററിനെ ചാർജ് ചെയ്യാം. ഈ IC എഞ്ചിൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അവിടെ IC എഞ്ചിനാണ് കണക്ട് ചെയ്യുന്നത്, വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യുന്നത്. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ റിക്വയർമെൻറ്റ് കൂടുതലാണ്, ആ കേസിൽ രണ്ടും സെയിം ടൈം വർക്ക് ചെയ്യും. ചാർജിങ് എന്ന് പറയുമ്പോൾ IC എഞ്ചിൻ വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യും. ഇനി ചാർജിങ് ചെയ്യുന്നത് സെയിം ടൈം IC എഞ്ചിൻ വെച്ചിട്ട് തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ബാറ്ററിയും ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി IC എഞ്ചിൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മോട്ടറിങ് മോഡാണ്. IC എഞ്ചിൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മോട്ടറിങ് ആസ് വെൽ ആസ് IC എഞ്ചിൻ അതും ഓൺ ആയിരിക്കും. ഇനി ബ്ലീഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോവർ ഫ്യൂവൽ കൺസംഷൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ബ്ലീഡ് കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കേസിൽ IC എഞ്ചിൻ ഓൺ ചെയ്യാം. ദെൻ മോട്ടറിങ് മോഡാണ്. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് 3 മോഡ് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ഇത്രയും സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ ആ ഓരോ സ്റ്റേറ്റിൽ ഉള്ള കൺട്രോൾ സ്ട്രാറ്റജിയാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഫസി ലോജിക് ബേസ്ഡ് കൺട്രോൾ സ്ട്രാറ്റജിയാണ്.
ഫസ്സി ലോജിക് ബേസ്ഡിൽ ഒരു ട്രഡീഷണൽ റൂൾ ബേസ്ഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു ഇൻപുട്ട് ആവശ്യമായിട്ടില്ല. ഇപ്പം ട്രഡീഷണൽ ആയിട്ട് റൂള് കൺസിഡർ ചെയ്യുമ്പം അവിടെ ഐദർ ട്രൂ ഐദർ ഫോൾസ് അങ്ങനെ ഒരു റൂള് മാത്രമേ വരുന്നുള്ളൂ. ട്രൂ ആണെങ്കിൽ ഒരു 1 വാല്യൂ കൊടുക്കും, ഫോൾസ് ആണെങ്കിൽ 0, 1 വരുവാണെങ്കിൽ ട്രൂ എന്ന് കൊടുക്കും, 0 വരുവാണെങ്കിൽ ഫോൾസ് കൊടുക്കും. അതാണ് ട്രഡീഷണൽ റൂൾ ബേസ്ഡ്. അപ്പം ഇത് ഫസ്സി ലോജിക്കാണ്. ഫസ്സി ലോജിക്കിൽ നമുക്ക് കുറേ അധികം നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻപുട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രിസൈസ് ആയിട്ട് ഇൻപുട്ട് എന്താണെന്ന് അറിയണമെന്നില്ല. നമുക്ക് ഇപ്പം വെരി ട്രൂ, നോട്ട് വെരി ട്രൂ, നോട്ട് വെരി ഫോൾസ് അങ്ങനെയുള്ള ആ ഒരു ഡേറ്റ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഫസ്സി ആണെങ്കിൽ. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രിസൈസ് ഇൻപുട്ട് ആവശ്യമായിട്ടില്ല. ഇനി അഡ്വാൻറ്റേജ് വരുന്നത് റോബസ്റ്റ്നെസ്, അഡാപ്റ്റേഷൻ, ഫ്ലെക്സിബിലിറ്റി. റോബസ്റ്റ്നെസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ പ്രിസൈസ് നോയ്സ് ഫ്രീ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട് ഇസ് എ സ്മൂത്ത് ഫംഗ്ഷൻ despite a wide range of input variant. ഇനി അഡാപ്റ്റേഷൻ, ഇപ്പോൾ ഫസ്സി ലോജിക് കൺട്രോൾ ഏത് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് ആ സിസ്റ്റമായിട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ മീൻസ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇഫ് ദെൻ റൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഫസ്സി ലോജിക് കൺട്രോളറിൽ. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫസ്സി ലോജിക് കൺട്രോൾ ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ക്രിസ്പ് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്പ് ഇൻപുട്ടിനെ ഫസ്സി ഇൻപുട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഫസ്സിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ആക്സിലറേഷൻ ആൻഡ് ഒമേഗ RPM. അപ്പം ആ ഇൻപുട്ടിനെ ഫസ്സി ഇൻപുട്ട് ആക്കണം. അതിനുവേണ്ടിയാണ് ഫസ്സിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻപുട്ടിനെ μA(x) ആൻഡ് μH(y) എന്ന് കൺവേർട്ട് ചെയ്തു. ഈ കൺവേർട്ട് ചെയ്ത ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു റൂള് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് എന്ത് വരും ഔട്ട്പുട്ട്, അതാണ് ഈ റൂളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ μH μA അതാണ് 2 ഇൻപുട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് L, M, H, H അതായത് ലോ, മീഡിയം, ഹൈ, വെരി ഹൈ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ഇവിടെ നിന്ന് വരുന്ന ഈ μAയും μHനും അനുസരിച്ച് ഈ റൂൾ ബേസ് ചെയ്ത് ഔട്ട്പുട്ട് ചൂസ് ചെയ്യും. അതാണ് ഇൻഫറൻസ് എൻജിൻ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ചൂസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് ഫസ്സി ഔട്ട്പുട്ട് ആയിരിക്കും. ഈ ഫസ്സി ഔട്ട്പുട്ടിനെ ക്രിസ്പ് ഔട്ട്പുട്ട് ആക്കണം. ക്രിസ്പ് ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടിയാണ് ഡീഫസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഫസിഫിക്കേഷനിൽ ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്പ് വാല്യൂ ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അതായത് ഒരു 2000 RPM എന്നുള്ളൊരു ക്രിസ്പ് വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇഫ് IC RPM is too low then inject more fuel. അപ്പം ഇഫ് എക്സ് ദെൻ ഇസഡ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫസ്സിയിൽ വരുന്നത്. അപ്പം നമുക്ക് ക്രിസ്പായിട്ടൊരു വാല്യൂ അറിയണമെന്നില്ല. x ലെസ് ദാൻ 2000 RPM എന്നുള്ളൊരു ഡേറ്റ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫസ്സി ലോജിക് കൺട്രോളർ വർക്ക് ചെയ്യാം. ഇനി അടുത്തത് റൂളാണ്. റൂള് നമ്മൾ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് റൂള് സെറ്റ് ചെയ്യുന്നു. ഇനി ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഇൻപുട്ട് അനുസരിച്ച് ഈ റൂൾ ബേസ് ചെയ്യുന്ന എന്ത് ഔട്ട്പുട്ട് വരുമെന്ന് ഇൻഫറൻസ് എടുക്കുന്നു. ഇനി ഡീഫസിഫിക്കേഷൻ അതായത് ഫസ്സി ഔട്ട്പുട്ടിനെ ക്രിസ്പ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫസ്സി ലോജിക് കൺട്രോളർ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എമിഷൻസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ SOC ലെവൽ ഒരു പർട്ടിക്കുലർ ലെവലിനേക്കാളും താഴെ പോകാൻ പാടില്ല. അത് നമുക്ക് SOC ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അച്ചീവ് ഡിസൈർഡ് ടോർക്ക് റിക്വസ്റ്റഡ് ബൈ ദ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവറിൻ്റെ ആ ഡിമാൻഡ് അനുസരിച്ച് വെഹിക്കിൾ പെർഫോം ചെയ്യുകയും ചെയ്യും. കാരണം ഇവിടെ കുറേ അധികം ഹൺഡ്രഡ്സ് ഓഫ് റൂളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇൻപുട്ട്സ് കൊടുക്കുന്നത് ആക്സിലറേഷനും EM സ്പീഡുമാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഫസ്സി ലോജിക്കിന് ഇൻപുട്ടായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഒരു ഡ്രൈവ് ട്രെയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻഡക്ഷൻ മെഷീൻ, ഇൻഡക്ഷൻ മോട്ടർ ഒരു എൻജിനുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കിപ്പം ടോർക്ക് ഡിമാൻഡ് വരും. ആ ടോർക്കിനനുസരിച്ച് ഈ IC എൻജിൻ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഫാക്ടർ K ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതിലൊരു K ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നു. അതായത് ടോർക്ക് കമാൻഡ് K.
ടോർക്ക് കമാൻഡ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റഡ് ടോർക്ക് അറ്റ് എ റൊട്ടേഷണൽ സ്പീഡ്. അപ്പം നമുക്കിപ്പം ആവശ്യമായിട്ടുള്ള ഡിമാൻഡിനനുസരിച്ച് ഈ IC എൻജിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്ത് ആ ടോർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ടോർക്ക് കമാൻഡ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോർക്ക് കമാൻഡ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റഡ് ടോർക്ക് അറ്റ് എ റൊട്ടേഷണൽ സ്പീഡ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിറ്റീവ് വെൻ ഇൻഡക്ഷൻ മോട്ടർ ആക്ട്സ് ആസ് എ പവറിംഗ് സോഴ്സ്. അപ്പം പോസിറ്റീവ് കെ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ അത് പവർ ചെയ്യും, അതായത് പ്രൊപ്പൽ ചെയ്യും, വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യും. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ IM ആക്ട് ചെയ്യുന്നത് ജനറേറ്റർ ആയിട്ടായിരിക്കും. അപ്പം നമ്മുടെ ആ ഡിമാൻഡ് അനുസരിച്ച് ഈ കെ വാല്യൂ ചേഞ്ച് ചെയ്ത് വെഹിക്കിളിന് ടോർക്ക് കമാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ആ ടോർക്ക് കമാൻഡ് അനുസരിച്ച് IC എഞ്ചിനും ഇൻഡക്ഷൻ മോട്ടറും വർക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ ഡിഫറെൻറ്റ് കേസസ് വന്നിരിക്കുകയാണ്. ലോ IC എഞ്ചിൻ സ്പീഡ്, മീഡിയം IC എഞ്ചിൻ സ്പീഡ്, ദെൻ ഹൈ IC എഞ്ചിൻ സ്പീഡ്. അപ്പം ലോ IC എഞ്ചിൻ സ്പീഡ്, ഇപ്പോൾ IC എഞ്ചിൻ സ്പീഡ് കുറവാണെങ്കിൽ, അതായത് IC എഞ്ചിൻ്റെ സ്പീഡ് കുറവാണെങ്കിൽ അത് ലോ എഫിഷ്യൻസിയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പം കൂടുതൽ എമിഷൻസ് ജനറേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിനെ വർക്ക് ചെയ്യണം. അപ്പം ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി കെയുടെ വാല്യൂ അപ്പം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി കെയുടെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ടോർക്ക് കമാൻഡ് അങ്ങനെ കൊടുക്കും. അങ്ങനെ നമുക്ക് ആ ഡിമാൻഡ് അനുസരിച്ചുള്ള ടോർക്ക് കിട്ടും. ഇനി മീഡിയം IC എഞ്ചിൻ സ്പീഡാണെങ്കിൽ IC എഞ്ചിൻ അതായത് പ്രൊപ്പൽ ചെയ്യാൻ സാധിക്കും, വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ IC എഞ്ചിൻ സ്പീഡ് മീഡിയം ആണ്. ഓക്കെ, അപ്പം IC എഞ്ചിൻ വെച്ചിട്ട് തന്നെ വെഹിക്കിളിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ടോർക്ക് അസിസ്റ്റൻസിൻ്റെ കാര്യമില്ല. അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ റിക്വയർമെൻറ്റ് ഈ ആ ഒരു സ്പീഡ് കൂട്ടി ആക്സലറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ IC എഞ്ചിൻ ആ ഒരു ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ മോട്ടറൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ടോർക്ക് അസിസ്റ്റൻസ് ചെയ്യണം. അതായത് ആ ടോർക്ക് കമാൻഡ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റേറ്റഡ് ടോർക്ക് അറ്റ് എ റൊട്ടേഷണൽ സ്പീഡ്. അത് വെച്ചിട്ട് നമുക്ക് ആ വെഹിക്കിളിന് വേണ്ട ടോർക്കിനെ ഇൻഡക്ഷൻ മോട്ടർ കൊടുക്കണം. ഇനി ആ ഹൈ IC എഞ്ചിൻ സ്പീഡ് എന്ന് പറയുമ്പോൾ IC എഞ്ചിൻ സ്പീഡ് ഹൈ ആണ്. അപ്പം നമുക്ക് IC എഞ്ചിൻ തന്നെ വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യും. അതുകൂടാതെ തന്നെ ഇവിടെ IC എഞ്ചിൻ സ്പീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആ IC എഞ്ചിനെ വെച്ചിട്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ബാറ്ററീനെ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻഡക്ഷൻ മോട്ടർ ജനറേറ്റിംഗ് മോഡിലാവണം. ഓക്കെ, അപ്പം കെ നമുക്ക് നെഗറ്റീവ് ആക്കാം. സോ ആ ടോർക്ക് അസിസ്റ്റൻസ് അനുസരിച്ച് വെഹിക്കിൾ ഡിമാൻഡ് അനുസരിച്ച് ടോർക്ക് അസിസ്റ്റൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഈ പറഞ്ഞത്, ഓരോ IC എഞ്ചിൻ സ്പീഡ് വരുമ്പോൾ. ഇപ്പം IC എഞ്ചിൻ സ്പീഡ് ഇപ്പം കറക്റ്റായിട്ട് ആ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് അസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു എബവ് ഒരു സ്പീഡ് പോവുകയാണെങ്കിൽ IC എഞ്ചിൻ വെച്ച് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മീഡിയം IC എഞ്ചിൻ സ്പീഡൊക്കെ വരുമ്പം ഒരു പെർട്ടിക്കുലർ സ്പീഡിനേക്കാളും കൂടുതലാകുമ്പം ഈ കെ വാല്യൂ പോസിറ്റീവായിട്ട് മോട്ടറിംഗ് മോഡിൽ വരണം. ഇലക്ട്രിക് മോട്ടറൂടെ വർക്ക് ചെയ്യണം. ഇനിയിപ്പം ഹൈ സ്പീഡിലാണ് IC എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ IC എഞ്ചിന് തന്നെ വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യാൻ സാധിക്കും. അപ്പം ആ IC എഞ്ചിൻ യൂസ് ചെയ്തിട്ട് തന്നെ ബാറ്ററിയിൽ ചാർജ് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് വരുന്നത്. താങ്ക് യു.